അതിങ്ങനെ എടുത്തു വെച്ച് അങ്ങനെ ഒരു കുട്ടി ഉണ്ടാക്കിയ പണം കൊണ്ടാണ് സാന്റിയാഗോ തൻ്റെ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇത് തന്നെയല്ലേ മേഴ്സിഡേക്ക് രാജാവ് പറഞ്ഞത്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സാന്റിയാഗോ ഇപ്പോൾ ചില്ലുപാത്ര കടയിൽ കച്ചവടം തുടങ്ങിയിരിക്കുകയാണ്. ആ കടയിൽ കച്ചവടം നന്നായി നടക്കുന്നുണ്ട്. കഥയുടെ രണ്ടാമത്തെ പാർട്ട് തുടങ്ങുമ്പോൾ ഏകദേശം 2 മാസം പൂർത്തിയാകുകയാണ് സാന്റിയാഗോ ടാഞ്ചീറിലെ ചില്ലുപാത്രക്കടയിൽ കച്ചവടക്കാരനായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സഹായിയായിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട്. കട ആകെ മാറിയിട്ടുണ്ട്. കടയിൽ സ്ഥിരമായിട്ട് ഒരുപാട് ആളുകൾ വരികയും സാധനങ്ങൾ വാങ്ങിപ്പോവുകയും ചെയ്യുന്നുണ്ട്, ചില്ലുപാത്രങ്ങൾ വാങ്ങിപ്പോവുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ ഉടമക്ക് വല്ലാത്ത സന്തോഷമുണ്ട്. അയാളിങ്ങനെ ആ ഒരു മാറ്റത്തെ ശരിക്കും ആസ്വദിക്കുന്നുണ്ട്. മുമ്പ് അദ്ദേഹം പറഞ്ഞിരുന്നു, ഇവിടെ ആരും വരുന്നില്ല. പണ്ട് ഒരു പ്രതാപം ഉണ്ടായിരുന്നു, അന്ന് ഒരുപാട് ആളുകൾ വരാറുണ്ടായിരുന്നു, നല്ല കച്ചവടം നടക്കുന്നൊരു കടയായിരുന്നു. പക്ഷെ പിന്നീട് ആളുകൾ വരാതെയായി, പാത്രങ്ങളൊക്കെ ഇങ്ങനെ പൊടി പിടിച്ചു കിടന്നു, ആളുകൾ ശ്രദ്ധിക്കാതെയായി, ആ കുന്നിൻ ചെരുവിലേക്ക് തന്നെ ആൾ കയറാതെ ആയിരുന്നു. എന്നാൽ അതിൽ നിന്ന് വലിയൊരു മാറ്റമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു, ആ അങ്ങാടി തിരക്കേറിയതായിരിക്കുന്നു, തൻ്റെ കച്ചവടം നന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, ഇത് ഇവൻ വന്നു തുടങ്ങിയത് മുതൽ ഈ മാറ്റം നമുക്ക് കാണാൻ സാധിച്ചതാണ്. അദ്ദേഹം ഏറെ സന്തോഷത്തോടു കൂടി അവൻ്റെ ശമ്പളവും അതോടൊപ്പം തന്നെ അവിടെ നടക്കുന്ന കച്ചവടത്തിൻ്റെ ഒരു വിഹിതവും അവന് നൽകിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം സാന്റിയാഗോ തൻ്റെ ഉടമയോട് ചെന്നിട്ട് പറയുന്നുണ്ട്, വളരെ സന്തോഷത്തിൽ ഉടമയുടെ അടുത്തേക്ക് ഓടി വന്നിട്ട് പറഞ്ഞു, നമുക്ക് കട ഒന്നുകൂടെ മോഡിഫൈ ചെയ്യണം. ഇത് കേട്ടപ്പോഴേ അദ്ദേഹത്തിന് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി. എന്ത് മോഡിഫിക്കേഷൻ, ഇതൊക്കെ മതി എന്ന രൂപത്തിൽ അദ്ദേഹം അവൻ്റെ മുഖത്തേക്ക് നോക്കാം. അപ്പം അവൻ പറഞ്ഞു, നമുക്ക് നല്ലൊരു ചില്ലലമാര ഉണ്ടാക്കണം. ആ ചില്ലലമാരയിൽ താഴെ നിന്ന് ആളുകൾ മുകളിലേക്ക് നോക്കുമ്പോൾ അവർക്ക് കാണാൻ പറ്റുന്ന രൂപത്തിൽ അതിനെങ്ങനെ വെക്കണം. അങ്ങനെ ആ പാത്രങ്ങൾ ചില്ലു അലമാരയിൽ ഇങ്ങനെ കാണുമ്പോൾ ആളുകൾ അത് കണ്ട് കടയിലേക്ക് വരുമെന്ന്. ഇത് കേട്ട ഉടനെ ആ ഉടമ പറയാണ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇപ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം വരുമാനങ്ങളൊക്കെ ഉണ്ട്, നിനക്കും വേണ്ട രൂപത്തിലുള്ള ശമ്പളം കിട്ടുന്നുണ്ട്, എനിക്കും കിട്ടുന്നുണ്ട്, ഇനി അങ്ങനെ ഒരു ആവശ്യമില്ല എന്ന് അദ്ദേഹം ഒറ്റയടിക്ക് പറയാണ്. ശരിക്കും കച്ചവടത്തിൻ്റെ അത് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് പുതിയൊരു നല്ല ഐഡിയയുമായിട്ടാണ് ശരിക്കും സാന്റിയാഗോ ചെന്നതെങ്കിലും അദ്ദേഹത്തിന് അതത്ര ഇഷ്ടമായില്ല. അദ്ദേഹം അവരെ നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തത്. സാന്റിയാഗോക്ക് അത് വല്ലാത്ത വിഷമായി. സാന്റിയാഗോ വീണ്ടും പറഞ്ഞു, ഇതുകൊണ്ട് ഒരുപാട് ഉപകാരമുണ്ട്, ആളുകൾ ഇങ്ങനെ വരും, കൂടുതൽ കച്ചവടം നടക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും പറഞ്ഞു, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സാന്റിയാഗോ പറഞ്ഞു, നിങ്ങൾക്ക് വലിയൊരു ലക്ഷ്യമോ ഒരു സ്വപ്നമോ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് സാന്റിയാഗോ അവിടുന്ന് പോവുക. അന്ന് മുതൽ 2 ദിവസം നമ്മുടെ ഉടമക്ക്, ഈ ചില്ലുപാത്രക്കടയുടെ ഉടമക്ക് ഉറക്കം കിട്ടുന്നില്ല. അയാളുടെ മനസ്സിന് വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാകുക. അയാൾ നേരെ സാന്റിയാഗോയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. സാന്റിയാഗോ നല്ലൊരു ഐഡിയ ആണ് പറഞ്ഞതെങ്കിലും ആ ഐഡിയ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായും നമ്മുടെ ജീവിതത്തിലൊക്കെ പല ഐഡിയകളും നമുക്ക് തോന്നാറുണ്ട്. ഈ ഐഡിയകൾ വരുമ്പോൾ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ, അല്ലെങ്കിൽ നമ്മളോട് ഏറ്റവും കൂടുതൽ സഹവസിക്കുന്ന നമ്മുടെ ഫ്രണ്ട്സ്, ഇങ്ങനെയുള്ള ആളുകളോടൊക്കെ പറയും. അവരോട് പറയുന്ന സമയത്ത് അവർ അതിനെക്കുറിച്ച് കൂടുതൽ മോശമായിട്ടാണ് പറയാൻ സാധ്യതയുള്ളത്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരാൾ അമേരിക്കയിൽ പോകാൻ ആഗ്രഹിക്കുന്നു. അമേരിക്കയിൽ പോകാൻ ആഗ്രഹിക്കുന്ന ആൾ തൻ്റെ കൂട്ടുകാരനോട് അല്ലെങ്കിൽ തൻ്റെ വീട്ടുകാരോട്, ഒരുപക്ഷെ ജില്ല വിട്ട് പോലും പോയിട്ടില്ലാത്ത ആളുകളോടാണ് അഭിപ്രായം ചോദിക്കുക. ഈ അഭിപ്രായം ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ആലോചിക്കുക. അതായത് ഒരു ജില്ല വിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് വിട്ട് പുറത്തു പോകാത്ത അയാൾ ഇങ്ങനെ ആലോചിക്കുക അമേരിക്കയിൽ പോകുന്നതിനെ കുറിച്ച്. അയാൾക്ക് ഒരിക്കലും സാധ്യമല്ല എന്ന് അയാൾ സ്വന്തം ചിന്തിക്കുകയും ചെയ്യും. അങ്ങനെ ചിന്തിക്കുന്ന ഒരു മനുഷ്യനോട് അഭിപ്രായം ചോദിക്കുമ്പോൾ അയാൾ ഒരുപാട് പ്രശ്നങ്ങളാണ് അതിൽ പറയാം.
അമേരിക്കയിൽ പോവുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിന് ഇന്ന പ്രയാസങ്ങളുണ്ട്, ഇന്ന പ്രതിസന്ധികളുണ്ട്. ഇങ്ങനെ പ്രതിസന്ധികളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നേരെ മറിച്ച് അമേരിക്കയിലോ അല്ലെങ്കിൽ പുറത്ത് മറ്റേതെങ്കിലും രാജ്യങ്ങളിലൊക്കെ പോയി പരിചയമുള്ള ഏതെങ്കിലും ഒരാളോടാണ് ചോദിക്കുന്നതെങ്കിൽ അയാളുടെ അടുത്ത് നിന്ന് കിട്ടുന്ന മറുപടി കുറച്ചുകൂടെ സിമ്പിളായിരിക്കും, കുറച്ചുകൂടെ എളുപ്പമുള്ളതായിരിക്കും. അതുകൊണ്ട് നമ്മളൊരു കാര്യത്തെക്കുറിച്ച് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ആരോടെങ്കിലും അഭിപ്രായം ചോദിക്കുമ്പോൾ ആ അഭിപ്രായം ചോദിക്കപ്പെടുന്ന ആള് കുറച്ചെങ്കിലും അതിനെക്കുറിച്ച് വിവരമുള്ള ആളായിരിക്കണം. ഇവിടെ സാന്റിയാഗോക്ക് സംഭവിച്ചത് അതാണ്. ഈ കച്ചവടം കുറെ കാലമായിട്ട് കട ഇങ്ങനെ തുറക്കും, താടിക്കും കൈ കൊടുത്തിട്ട് ഇങ്ങനെ ഇരിക്കും. പൊടി പിടിച്ച പാത്രങ്ങൾ ആർക്കും ആവശ്യമില്ല, ആരും വരുന്നില്ല. അങ്ങനെയുള്ള ഈ ഒരു കച്ചവടക്കാരന് ഇതിനെക്കുറിച്ചൊരു ഐഡിയ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അദ്ദേഹം പെട്ടെന്ന് അതിനെ നിരുത്സാഹപ്പെടുത്തുക ചെയ്തത്. എന്നാൽ 2 ദിവസം കഴിഞ്ഞിട്ട് സാന്റിയാഗോയുടെ അടുത്ത് നിന്നിട്ട് ഇയാൾ പറയുന്നുണ്ട്, ഓക്കെ നീ അലമാര ഉണ്ടായിക്കോ, പക്ഷെ ഒരു കാര്യമുണ്ട്, നീ ഇന്നലെ പറഞ്ഞിട്ടുണ്ടല്ലോ അതെന്നെ വല്ലാതെ ഹേർട്ട് ചെയ്തു. നീ പറഞ്ഞല്ലോ ഒരു സ്വപ്നമില്ലാത്ത ആളാണെന്നുള്ളത്. യഥാർത്ഥത്തില് ഞാൻ അങ്ങനെ ആയിരുന്നില്ല. ഞാന് നല്ല ഒരു സ്വപ്നമുള്ള മനുഷ്യനായിരുന്നു. അപ്പൊ സാന്റിയാഗോനോട് പറഞ്ഞു അലമാര ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞപ്പോ സാന്റിയാഗോക്ക് ഒരു സന്തോഷമായി. ഓക്കെ ഇനി എന്താ പറയാനുള്ളത് നിങ്ങൾ പറഞ്ഞോളി, ഞാൻ കേട്ടോളാം എന്നുള്ള ഭാവത്തിൽ സാന്റിയാഗോ ഇങ്ങനെ കേൾക്കാതിരിക്കാം. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, ഞാന് ഒരു നല്ല ഇസ്ലാം മതവിശ്വാസിയാണ്. ഇസ്ലാം മതവിശ്വാസത്തില് ഞങ്ങൾക്ക് 5 കാര്യങ്ങൾ വളരെ നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിലൊന്ന് ഏകനായ ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ്. അത് കൃത്യമായിട്ട് നിർവഹിക്കുന്ന ഒരാളാണ് ഞാൻ. രണ്ടാമത്തത് 5 നേരത്തെ നമസ്കാരം, അതും ഞാൻ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തത് പാവപ്പെട്ട ആളുകളെ സമ്പത്ത് കൊണ്ട് സഹായിക്കുക എന്നുള്ളതാണ്, അതും ഞാൻ ചെയ്യുന്നുണ്ട്. നാലാമത്തത് ഒരു മാസം മുഴുവൻ ഭക്ഷണങ്ങൾ കഴിക്കാതെ അല്ലെങ്കിൽ പകൽ സമയങ്ങളിൽ അന്നപാനീയങ്ങൾ വെടിഞ്ഞുകൊണ്ട് നോമ്പെടുക്കുക എന്നുള്ളതാണ്. ഈ 4 കാര്യങ്ങളും ചെയ്യുന്ന ഒരു നല്ല വിശ്വാസിയാണ് ഞാൻ. അപ്പോൾ സാന്റിയാഗോ ഇങ്ങനെ കേട്ടിരുന്നു. ഓക്കെ സാന്റിയാഗോ ചോദിക്കുന്നുണ്ട്, അപ്പൊ 5ാമത്തത് എന്താണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതെ അതാണ് മെയിൻ പോയിന്റ്. 5ാമത്തത് മക്കയിൽ പോയി ഹജ്ജ് ചെയ്യുക എന്നുള്ളതാണ്. മക്ക എന്ന് പറഞ്ഞാല് നീ പോകാൻ ഉദ്ദേശിച്ച ഈജിപ്ത് പോലെ അത്ര ദൂരമൊന്നുമല്ല, അതിനേക്കാൾ എത്രയോ ദൂരം യാത്ര ചെയ്തുകൊണ്ട് അവിടെ പോയി ഹജ്ജ് നിർവഹിക്കുക എന്നുള്ളതാണ്. അത് എൻ്റെ ജീവിതത്തിലെ വലിയൊരു സ്വപ്നമാണ്. എൻ്റെ ജീവിതത്തിൽ കുഞ്ഞുനാൾ മുതലേ ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒന്നാണ്. അതിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കടയൊക്കെ തുടങ്ങിയത്. ഈ കടയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് എനിക്ക് ആ ഒരു സ്വപ്നത്തിലേക്ക് എത്തിച്ചേരണം എന്ന് അതിയായി ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ എൻ്റെ കടയിൽ നല്ല കച്ചവടം ഉണ്ടായി. എൻ്റെ കട നന്നായിട്ട് ആളുകൾ വരികയും നല്ല കച്ചവടമൊക്കെ നടക്കുന്ന ഒരു കടയായി മാറി. അപ്പൊ സാന്റിയാഗോ ചോദിക്കുന്നുണ്ട്, എന്നിട്ട് എന്തേ ഹജ്ജിന് പോയില്ലേ? അപ്പൊ അദ്ദേഹം പറയാണ്, ഞാൻ ഒരുപാട് ആഗ്രഹിച്ച എൻ്റെ ഒരു സ്വപ്നത്തിലേക്ക് പോകാനുള്ള എല്ലാ സാഹചര്യവും സമ്പത്തൊക്കെ എനിക്കായി, പക്ഷെ ഞാൻ ഇതുവരെ അതിന് പോയില്ല. സാന്റിയാഗോ അത്ഭുതത്തോട് ചോദിക്കുന്നു, എന്തു പറ്റി? അപ്പൊ അദ്ദേഹം പറയാണ്, നീ പറഞ്ഞല്ലോ നിനക്ക് ഒരു ആട്ടിൻ പറ്റം ഉണ്ടായിരുന്നു, അവരെ വിട്ടു പിരിഞ്ഞു പോരാൻ നിനക്ക് വലിയ പ്രയാസം ഉണ്ടായിരുന്നു എന്ന്. അതുപോലെ എൻ്റെ ജീവിത അധ്വാനം മുഴുവൻ, സമയം മുഴുവൻ ചെലവഴിച്ചുകൊണ്ട് ഞാൻ വളർത്തിയെടുത്ത ഈ ഒരു ചില്ലുപാത്ര കച്ചവടം ഇത് ഒരാളെ ഏൽപ്പിക്കാനോ അതല്ലെങ്കിൽ ഇത് ഇട്ടുപോകാനോ എനിക്ക് കഴിയാതെ വന്നു എന്നാണ്. എൻ്റെ ജീവിതത്തിൽ വലിയൊരു സമ്പാദ്യമാണ് ഇത്. ആരെങ്കിലും ഏൽപ്പിച്ചു പോയാൽ ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും അവര് ഇത് നഷ്ടപ്പെടുത്തുമോ അല്ലെങ്കിൽ അവർ കൊള്ളയടിക്കുമോ, അങ്ങനെ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടാകുമോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് എനിക്കതിന് ഉത്തരം കിട്ടാതെ ഞാനിങ്ങനെ ഇവിടെ തന്നെ നിന്നുപോയി എന്ന് സാന്റിയാഗോ തൻ്റെ മനസ്സിൽ ചിന്തിക്കുകയാണ്. ഇത് തന്നെയല്ലേ മേഴ്സിഡേക്ക് രാജാവ് പറഞ്ഞത്? തൻ്റെ ആടുകളെ വിട്ടു പോരാൻ വേണ്ടി വല്ലാത്ത പ്രയാസം അനുഭവിച്ചപ്പോൾ അദ്ദേഹം എന്നെ ഓർമ്മപ്പെടുത്തിയത് ഇത് തന്നെയല്ലേ? എനിക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്നു. ഇപ്പോൾ ഞാൻ കുറേ വളർന്നിരിക്കുന്നു എന്ന് സാന്റിയാഗോ സ്വന്തം തന്നെ മനസ്സിലാക്കിയാണ്. എന്നിട്ട് ആ കടക്കാരൻ അദ്ദേഹം തുടർന്ന് പറയാണ്, എൻ്റെ കടയുടെ മുന്നിലൂടെ ഒരുപാട് ആളുകൾ കാൽനടയായിട്ട് ഹജ്ജിന് പോയിട്ടുണ്ട്. ആ പോയ ആളുകളൊക്കെ വലിയ സമ്പന്നരായിരുന്നില്ല. ഒരിക്കലും ഒരു ചെരുപ്പ് കുത്തി നടന്നു പോയപ്പോൾ ഹജ്ജിന് പോകുക എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു,
അദ്ദേഹം ദിവസവും കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഒരു സംഖ്യ മാറ്റിവെച്ച് അങ്ങനെ സ്വരുക്കൂട്ടി ഉണ്ടാക്കിയ പണം കൊണ്ടാണ് ഹജ്ജിന് പോകുന്നത് എന്നും, എനിക്ക് സമ്പത്തുണ്ടായിട്ടും എനിക്കതിന് സാധിക്കുന്നില്ല എന്ന വിഷമത്തിലാണ് ഞാൻ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന്. എന്നിട്ട് സാന്റിയാഗോട് പറയാണ്, നീ ഒരു നല്ല കുട്ടിയാണ്, നിനക്ക് നിന്റെ ആഗ്രഹങ്ങളിൽ നിന്റെ സ്വപ്നങ്ങളിൽ എത്തിച്ചേരാൻ സാധിക്കും, അതുകൊണ്ട് നീ അലമാര ഉണ്ടാക്കിക്കോ. അങ്ങനെ അലമാരയൊക്കെ ഉണ്ടാക്കി പുറത്ത് നിന്ന് താഴ്വരയുടെ താഴെ നിന്ന് നോക്കുന്ന ആളുകൾക്ക് തന്നെ ഈ അലമാര ഇങ്ങനെ സൂര്യവെളിച്ചത്തിൽ തിളങ്ങി നിൽക്കുന്നത് കാണാൻ പറ്റും. ആ ചില്ലലമാരയിൽ ചില്ലുപാത്രങ്ങൾ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത് കണ്ടുകൊണ്ട് അവർ ആ കടയിലേക്ക് ഇങ്ങനെ വരും. കടയിലേക്ക് വരികയും കടയിൽ കച്ചവടം നന്നായി നടക്കുകയും ചെയ്യാം. അങ്ങനെ നന്നായി കച്ചവടം നടക്കുമ്പോൾ സാന്റിയാഗോ തൻ്റെ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഏകദേശം 1 വർഷം കൊണ്ട് തൻ്റെ സ്വപ്നത്തിലേക്ക് എത്താമെന്നാണ് അവൻ പ്രതീക്ഷിച്ചിരുന്നത്. സ്വപ്നം എന്ന് പറഞ്ഞാൽ ഇടയ്ക്കൊരു ചേഞ്ച് ഉണ്ടായല്ലോ. എന്തായിരുന്നു ചേഞ്ച്? അതെ, ഈജിപ്തിലേക്കൊന്നും പോകണ്ട, പകരം തനിക്ക് നിലവിലുണ്ടായിരുന്ന ആടുകളെക്കാൾ കൂടുതൽ ആടുകളെ അല്ലെങ്കിൽ ഇരട്ടി ആടുകളെ വാങ്ങിയിട്ട് തൻ്റെ നാട്ടിലേക്ക് തന്നെ തിരിച്ചുപോയി നല്ലൊരു ആട്ടിടയനായി ശിഷ്ടകാലം ജീവിക്കണം എന്ന സ്വപ്നത്തിലേക്ക് ഏകദേശം 1 വർഷം കൊണ്ട് എത്തിച്ചേരാം എന്നാണ് സാന്റിയാഗോ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ കച്ചവടം നന്നായി കൂടി, വരുമാനം നന്നായി കൂടി. അപ്പോൾ സാന്റിയാഗോ പറയാണ്, ഇനിയൊരു 6 മാസം കൊണ്ടൊക്കെ എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ എനിക്ക് സാധിക്കും. അവൻ മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ്, യഥാർത്ഥത്തിൽ ഇത് തന്നെ ആയിരുന്നില്ലേ എനിക്കുള്ള നിധി? ഞാൻ തേടിക്കൊണ്ടിരിക്കുന്ന നിധി ഇത് തന്നെയല്ലേ എന്നവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം സാന്റിയാഗോ കടയുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അതിലെ നടന്നുപോയ ഒരു യുവാവ് സാന്റിയാഗോയോട് കുറച്ച് വെള്ളം ചോദിച്ചു. സാന്റിയാഗോ അദ്ദേഹത്തിന് വെള്ളം കൊടുത്ത് വെള്ളം ഇങ്ങനെ കുടിക്കുന്ന സമയത്ത് സാന്റിയാഗോൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഒരു ഐഡിയ തോന്നുകയാണ്. അവൻ ഓടി തൻ്റെ കട ഉടമയുടെ അടുത്ത് ചെല്ലുക. അദ്ദേഹത്തോട് പറയുന്നുണ്ട്, നമുക്ക് ഒരു ഐഡിയ ഉണ്ട്, ഒരു പുതിയ സംഭവമുണ്ട്. ഇത് കേൾക്കുമ്പോഴേ അദ്ദേഹത്തിന് തലപ്രാന്ത് വരുന്ന ഒരവസ്ഥയാണുള്ളത്. കാരണം പുതിയതിനെ അംഗീകരിക്കാൻ അല്ലെങ്കിൽ പുതിയതിനെ അദ്ദേഹം അത്ര ഇഷ്ടപ്പെടുന്നില്ല. അതിനെ അഡാപ്റ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് വല്ലാത്ത പ്രയാസമാണ്. സാന്റിയാഗോ പറയുന്നുണ്ട്, നമുക്ക് നമ്മുടെ കടയെ ഒരു ചായക്കടയാക്കി മാറ്റണം. ഇത് കേട്ട ഉടനെ അദ്ദേഹത്തിന് വല്ലാത്ത ദേഷ്യം വന്നു. ഇത്ര നല്ല കച്ചവടം നടക്കുന്ന ഈ ചില്ലുപാത്രക്കടയെ ഒരു ചായക്കടയാക്കണമെന്ന് എന്ത് വിഡിത്താണ് ഇവൻ പറയുന്നത് എന്ന നിലക്ക് അദ്ദേഹം അവനൊന്നിങ്ങനെ നോക്കി. പ്രത്യേകിച്ച് മറുപടി ഒന്നും പറഞ്ഞില്ല. സാന്റിയാഗോ നിരാശയോടെ ഇങ്ങനെ നിൽക്കുക. അങ്ങനെ സമയം കഴിഞ്ഞ് അന്ന് ഉച്ച കഴിഞ്ഞ സമയത്ത് അറബികളിൽ ചില ആളുകളൊക്കെ ചെയ്യുന്ന പോലെ ഇദ്ദേഹം ഉക്ക വലിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ ഉക്ക വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാന്റിയാഗോനെ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, അല്ല, എന്താണ് നിന്റെ ഉദ്ദേശം? സാന്റിയാഗോ പറഞ്ഞു, എനിക്ക് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഇരട്ടി ആടുകളെ വാങ്ങണം, അതിനുള്ള പണം ഉണ്ടാക്കണം. ആ പണം കിട്ടാൻ വേണ്ടിയിട്ട് ഈ കച്ചവടം ഒന്ന് മെച്ചപ്പെടുത്തണം, അതുതന്നെയാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതല്ല, എന്താ നീ പറഞ്ഞത് നേരത്തെ? അപ്പോൾ അവന് കുറച്ചൊരു ആകാംക്ഷ ഉണ്ടായി. ഇദ്ദേഹം എന്നെ അംഗീകരിക്കുന്നു തോന്നി. അപ്പോൾ സാന്റിയാഗോ പറഞ്ഞു, നമുക്കൊരു ചായക്കട തുടങ്ങാം. ചായക്കട എന്ന് പറഞ്ഞാൽ സാധാരണ ചായക്കടകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചില്ലുപാത്രത്തിൽ ചായ കൊടുക്കുന്ന കടയാണ്. നല്ല ഐഡിയ ആണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മനസ്സിലും ഒരു ഉണർവുണ്ടായി. അദ്ദേഹം പറഞ്ഞു, സംഗതിക്ക് ശരി, അങ്ങനെ നമ്മുടെ കട മെച്ചപ്പെട്ട് കഴിഞ്ഞാൽ ആളുകൾ കൂടുതലായിട്ട് വരും. അങ്ങനെ കൂടുതൽ ആളുകൾ വന്നാൽ കടയുടെ സ്റ്റൈല് അല്ലെങ്കിൽ കടയുടെ സ്ഥിതി ആകെ മാറും. ഒരുപക്ഷെ എന്നെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാകും. അതുകൊണ്ടാണ് ഞാനതൊന്നും വേണ്ട എന്ന് പറയുന്നത്. ആളുകളിൽ ചിലർ ഇങ്ങനെയാണ്. പുതിയ ആളുകൾ ചിലർക്ക് ഇങ്ങനെയാണ്. അവർ കംഫർട്ട് സോണാണ് എപ്പോഴും ഇഷ്ടപ്പെടുക. ആ കംഫർട്ട് സോണിൽ ഇങ്ങനെ ജീവിക്കുകയാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം. അവിടെ ഒരു ഡിസ്കംഫർട്ട് ഉണ്ടാകുന്നത് അവർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് പല ആളുകളും വളരാതെ ഉള്ള ലെവലിൽ ഇങ്ങനെ ജീവിച്ചു പോകുന്നത്. ശരിക്കും മനുഷ്യൻ്റെ മൈൻഡ് സെറ്റിൽ
ഒരു രണ്ട് വിധത്തിലുള്ള മൈൻഡ് സെറ്റ് ഉണ്ട്. ഒന്ന് ഗ്രോത്ത് മൈൻഡ് സെറ്റാണ്. ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ വളർച്ച ഉണ്ടാകുന്ന മൈൻഡ് സെറ്റ്. ആ വളർച്ച ഉണ്ടാകുന്ന ആളുകൾ ഒരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുകയും ആ പ്രശ്നത്തിൻ്റെ മുന്നിൽ കീഴൊതുങ്ങാതെ പ്രവർത്തിക്കുകയും ചെയ്യും. നാട്ടിൽ പൊതുവെ പറയാറുണ്ട് കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുക എന്നുള്ളത്. കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആളുകളൊക്കെ തെറ്റിദ്ധരിച്ചൊരു കാര്യമുണ്ട്. അതായത് ഉള്ള ജോലി ഒഴിവാക്കുക, അതാണ് കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. മറിച്ച് അതിന് മറ്റൊരു പേര് ലൂപ്പ് എന്നാണ് പറയുന്നത്. ആളുകൾ ഒരു ഒരു ലൂപ്പിലാണ്. ചില ജോലി അങ്ങനെ ആ ജോലി ഇങ്ങനെ ചെയ്ത് കാര്യങ്ങൾ ഇങ്ങനെ നടന്നു പോകും, പ്രത്യേകിച്ചൊരു ഗ്രോത്ത് ഒന്നും ഉണ്ടാവില്ല. എന്നാൽ കംഫർട്ട് സോൺ എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് വലിയ പ്രയാസങ്ങളൊന്നുമില്ല, കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. ആ സോണിനെ ബ്രേക്ക് ചെയ്ത് നമ്മൾ മറ്റൊരു സ്ഥലത്തിലേക്ക് എത്തുമ്പോഴും നമ്മുടെ നിലവിലെ കാര്യങ്ങളൊക്കെ നടന്നു പോകണം. പിന്നെ ഒരു ഗ്രോത്താണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ എപ്പോഴും ഇത് ബ്രേക്ക് ചെയ്ത് ഉള്ള ജോലി ഒഴിവാക്കിയാലും ജീവിക്കാനുള്ളൊരു മാർഗം നമുക്ക് ഉണ്ടാവണം എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഉള്ള ജോലി നിലനിന്ന് പോകുമ്പോൾ അതൊരു കംഫർട്ട് സോണാണ്. എന്നാൽ ആ സോണിൽ നിന്ന് ഒരു ഡിസ്കംഫർട്ടിനെ സ്വീകരിക്കാൻ എല്ലാ ആളുകൾക്കും കഴിയില്ല. ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള ആളുകൾക്ക് മാത്രമേ അതിന് സാധിക്കുള്ളൂ. അതായത് ഇപ്പോൾ കംഫർട്ടാണ്, ഇനി ഒരു ഡിസ്കംഫർട്ട് ഉണ്ടാവുക, അതായത് പുതിയൊരു കാര്യം കൂടി തുടങ്ങാം. അപ്പോൾ അത് തുടങ്ങുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് അതിൽ വർക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ നമുക്കതിൽ ഗ്രോത്ത് ഉണ്ടാവും. അതേ ഒരു അവസ്ഥയാണ് ഈ ഒരു കട ഉടമക്കും സംഭവിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് ഇനിയൊരു ഡിസ്കംഫർട്ട് അദ്ദേഹത്തിന് താല്പര്യമല്ല. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെയൊക്കെ പറഞ്ഞത്. എന്നിട്ട് പറയുന്നുണ്ട്, ഏതായാലും നീ ഒരു അനുഗ്രഹമാണ്, നീ വന്നതോടുകൂടി എൻ്റെ കടയിൽ കുറേ മാറ്റങ്ങൾ ഉണ്ടായി. ആ മാറ്റങ്ങൾ ഇങ്ങനെ സ്വാഭാവികമായിട്ട് ഉണ്ടായതല്ല കേട്ടോ. കഴിഞ്ഞൊരു വീഡിയോ കണ്ടിട്ട് ഒരാൾ എന്നോട് ചോദിച്ചു, നീ വന്നപ്പോൾ നീ കാല് കുത്തിയപ്പോൾ മാറ്റമുണ്ടായി എന്ന് പറഞ്ഞു. അതൊരു ശരിയായ പ്രയോഗമല്ലല്ലോ എന്ന്. യഥാർത്ഥത്തിൽ ആ കഥയിൽ അങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ ഉദ്ദേശം ഈ സാന്റിയാഗോ വന്നതോടുകൂടി അവിടെ ചില മാറ്റങ്ങൾ ഉണ്ടാക്കി. ആ മാറ്റങ്ങൾ ആളുകൾ ആകർഷിക്കുന്നതും അതിലൂടെ കൂടുതൽ കച്ചവടം നടക്കുന്നതുമായിരുന്നു. ആ ഒരു മാറ്റത്തെയാണ് ഇദ്ദേഹവും പറഞ്ഞത്, നീ വന്നതോടുകൂടി വല്ലാത്ത അനുഗ്രഹം ഉണ്ടായി, എൻ്റെ കടയുടെ രീതിയൊക്കെ മാറി, ഇപ്പോൾ അത്യാവശ്യം നല്ല ബിസിനസ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നീ കൊണ്ടുവരുന്ന ഐഡിയ അത്ര മോശമൊന്നുമല്ല, നല്ലത് തന്നെയാണ്, ഏതായാലും നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് അവർ ഒരു ചായക്കടയും കൂടെ സെറ്റ് ചെയ്യാം. അങ്ങനെ നാട്ടിൽ വല്ലാത്ത പ്രചാരത്തിലായി. ആ നാട്ടുകാർക്ക്, ടാഞ്ചിയറിലെ ആളുകൾ, അവർ ചില്ലുപാത്രത്തിൽ ചായ കുടിക്കുക എന്നുള്ളത് അവർക്ക് വല്ലാത്തൊരു അനുഭവമായി മാറി. മുമ്പൊന്നും കുടിച്ചിട്ടില്ലാത്ത ആളുകൾ അതിനുവേണ്ടി ഈ കട അന്വേഷിച്ചു വരികയും അവരങ്ങനെ ചായ കുടിക്കുകയും ചെയ്യും. ചില ആളുകളൊക്കെ ആ സമയത്ത് ചില്ലുപാത്രങ്ങൾ വാങ്ങിക്കൊണ്ടുപോവുകയും ചെയ്യും. പല വീടുകളിലും ചില്ലുപാത്രത്തിൽ ചായ സൽക്കാരം എന്ന് പറഞ്ഞ് വലിയ സംഭവമായിട്ട് അത് നടന്നു. ആളുകൾ ഇങ്ങനെ തേടിപ്പിടിച്ച് ഈ കടയിലേക്ക് വന്നു. പല ആളുകളും ഇതുപോലെ മറ്റു കടകൾ തുടങ്ങാനും തുടങ്ങി. അങ്ങനെ ഇവരുടെ ചില്ലുപാത്രത്തിനും ഇവരുടെ ചായക്കും ഭയങ്കര പ്രചാരമായി. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു. ഏകദേശം ഒരു 11 മാസവും 9 ദിവസവും കഴിഞ്ഞു. അത് കഴിയുമ്പോൾ സാന്റിയാഗോ ആകെ മാറിയിട്ടുണ്ട്. അന്ന് പുലർച്ചെ അവരൊരു അറബികൾ ധരിക്കുന്ന നീളക്കുപ്പായം, ആ കുപ്പായവും തലയിലൊരു കെട്ടും അതിൻ്റെ മുകളിലൊരു വട്ടൊക്കെ ധരിച്ചിട്ട് സാന്റിയാഗോ തൻ്റെ യജമാനൻ്റെ അടുത്തേക്ക്, അല്ലെങ്കിൽ കട ഉടമയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അദ്ദേഹത്തോട് പറയുന്നുണ്ട്, ഇപ്പോൾ എനിക്ക് എൻ്റെ സ്വപ്നത്തിലേക്കുള്ള സമ്പാദ്യമായിട്ടുണ്ട്. സാന്റിയാഗോയുടെ സ്വപ്നം അത് 120 ആടുകളെ വാങ്ങണം. 120 ആടുകളെ വാങ്ങാനുള്ള സമ്പാദ്യം എനിക്കായിട്ടുണ്ട്. നിങ്ങൾക്ക് ഹജ്ജിന് പോകണമെന്ന് ആഗ്രഹമുണ്ടല്ലോ, അതിന് പോകാനുള്ള സമ്പാദ്യം നിങ്ങൾക്കും ആയിട്ടുണ്ട്. അപ്പം ഇനി ഞാൻ ഇറങ്ങുകയാണ്. ഞാൻ നല്ല ഒരു ആട്ടിടയനായി എൻ്റെ നാട്ടിൽ ഇങ്ങനെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തിരിച്ചു പോവുകയാണ്. ആ സമയത്ത് കടക്കാരൻ പറയുന്നുണ്ട്, നീ എങ്ങോട്ടും പോകുന്നില്ല, ഞാനൊരു പക്ഷേ ഹജ്ജിനും പോകുന്നില്ല, നമ്മൾ ഇവിടെ തന്നെ തുടരും എന്ന രൂപത്തിൽ അദ്ദേഹം പറയുകയാണ്. യഥാർത്ഥത്തിൽ ആ ഒരു ചേഞ്ചിനെ കൂടി അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത മനസ്സിൻ്റെ ഉടമയായ ആ ഒരു മനുഷ്യൻ, ആ ഒരു കട ഉടമ അവിടെ വല്ലാത്ത പ്രയാസപ്പെടുന്നുണ്ട്. അങ്ങനെ സാന്റിയാഗോ തൻ്റെ റൂമിലേക്ക് തന്നെ തിരിച്ചു പോവാം. അവന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ
അവൻ്റെതായ ബാഗുകളും കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നതിനിടയിൽ അവൻ്റെ ആ പഴയ ബാഗ് അവൻ കാണുന്നുണ്ട്. ആ ബാഗ് എടുത്തു നോക്കി, അതിൽ കൈയിട്ടപ്പോൾ അതിൽ നിന്ന് യുറിയും തെബിയും എന്നുള്ള ആ മുത്തുകൾ അവൻ്റെ കയ്യിൽ കിട്ടുക. ആ മുത്തുകൾ എടുത്തിട്ട് അവനിങ്ങനെ നോക്കുന്നുണ്ട്. അവൻ ഇതിൻ്റെ കാര്യമൊക്കെ അവൻ മറന്നുപോയിട്ടുണ്ട്. ആ മുത്തുകൾ കയ്യിൽ വെച്ചപ്പോൾ ഈ മുത്ത് തന്ന മെഷുലേറ്റ് രാജാവിനെ അവൻ ഓർക്കുകയാണ്. ആ രാജാവിനെങ്ങനെ ഓർത്തു, ആ രാജാവിൻ്റെ വാക്കുകളെ അവനിങ്ങനെ ഓർക്കുകയാണ്. അവൻ വീണ്ടും പറയുന്നുണ്ട്, ഒരുപക്ഷെ ആ നിധി ഇത് തന്നെയായിരിക്കും, ആ രാജാവ് പറഞ്ഞ വഴി ഇത് തന്നെയായിരിക്കും എന്ന് അവനിങ്ങനെ ചിന്തിക്കുകയും ഏതായാലും ബാഗിൽ കിടക്കട്ടെ എന്ന് പറഞ്ഞ് ആ മുത്തുകളെ ബാഗിലിട്ടുകൊണ്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങാം. ആ ഇറങ്ങുന്ന സമയത്ത് വീണ്ടും തൻ്റെ കടയുടമയെ ഒന്നുകൂടെ കാണാൻ അവൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. അവൻ പിൻവാതിലിലൂടെ ഇറങ്ങിപ്പോവുകയാണ്. കാരണം തൻ്റെ ജീവിതത്തിൽ ഇത്രമാത്രം മാറ്റങ്ങൾക്ക് ഒരു സാധ്യത ഒരുക്കി തന്ന, തനിക്കൊരു അവസരം തന്ന അദ്ദേഹത്തെ ഇനിയും കണ്ടാൽ യാത്ര പറയുമ്പോൾ വല്ലാത്തൊരു പ്രയാസം ഉണ്ടാകും. ആ ഒരു വേദന അനുഭവിക്കാൻ അവൻ്റെ മനസ്സിന് ത്രാണിയില്ലാത്തത് കൊണ്ട്, അവന് കഴിയില്ല എന്ന് തോന്നിയത് കൊണ്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. കഥ ആകെ മാറുന്ന ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത്. ആ പോർട്ടിലേക്ക് അവൻ എത്തിയാൽ പിന്നീട് സംഭവിക്കുന്നത് വല്ലാത്തൊരു രസകരമായ, അല്ലെങ്കിൽ കഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. ആ ഭാഗം അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.